അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അവിടെ പള്ളിയുടെ മുട്ടുള്ള എല്ലാവരും മജ്ലിസിൽ വന്ന് ദയിക്കണം. മജ്ലിസ് ഇൻഷാ അല്ലാഹ് വന്നരായ കാവലക്കട്ടെ മുഹമ്മദ് ഫാസിൽ റസ്വി ഹസ്രത്ത് അവറുകൾ ഞങ്ങളെ ഈ മജ്ലിസ് ധന്യമാക്കൊണ്ടു പള്ളിയുടെ മുന്നിലുള്ള എല്ലാ ആളുമാരും മജ്ലിസിಗೆ വന്ന് ദയിക്കണം. ഇൻഷാ അല്ലാഹ് അതിനിടയ്ക്ക് പെണ്ണിങ്ങക്ക് അവിടെ ഭക്ഷണം കൊടുക്കണം. ആണിങ്ങക്ക് ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസ് കഴിഞ്ഞിട്ട് ദുആ കഴിഞ്ഞിട്ടായിട്ടിക്കട് ഭക്ഷണം വിതരണം ചെയ്തത്. ഇനി ചെമ്മ നേര എന്തും ചൊല്ലുകയില്ല. ഞങ്ങളെ ഈ മജ്ലിസിൽ വന്നരായ മസ്ഊദ് സയദി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ആധ്യാത്മിക ജലാലിയ മജ്ലിസ് നടന്ന് വലിയ ധന്യമായ ഒരു മജ്ലിസാണ്. അള്ളാഹു ഞങ്ങളെ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഈ മജ്ലിസുടെ ബറക്കത്ത് കൊണ്ട് പല നിലക്കുള്ള ഉദ്ദേശങ്ങൾ വെച്ചിട്ട് പല ആളുമാരും ദുആർക്ക് വസിയത്താക്കിയുള്ളർ. അള്ളാഹു ഞങ്ങളെല്ലാ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ. മക്കളില്ലാത്തങ്ങ മക്കളുണ്ടാവുകയും അതുപോലെ ഉണ്ടായ മക്കളിൽ സന്താനങ്ങൾ സ്വാലിഹാവുകയും ഇങ്ങനെ ഒരുപാട് വിഷയത്തിൽ ദുആർക്കൊക്കെ വസിയത്താക്കിയിടർ. അള്ളാഹു ഇവിടെ മൺമറഞ്ഞു കിടക്കട വന്യരായ വലിയുല്ലാഹി ഇബ്രാഹിം ഉസ്താദ് നവ്വറല്ലാഹു മർഹദ ആ മഹാനുഭാവന്റെ ഹക്ക് ബറക്കത്ത് കൊണ്ട് അള്ളാഹു എല്ലാവരുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞങ്ങൾക്ക് താങ്ങും തണലുമായിട്ടുള്ള ഞങ്ങളെ റായത്തെ നേതൃത്വമായ വന്യരായ വലിയുല്ലാഹി ഇബ്രാഹിം ഉസ്താദ് നവ്വറല്ലാഹു മർഹദ മഹാനുഭാവൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഗൊന്തുള്ളതുപോലെ ഞങ്ങളെ റായത്തില് ഒരുപാട് വർഷങ്ങളെക്കാലം ഈ റായത്തുക്ക് നേതൃത്വം നൽകിയിട്ട് ഈ റായത്തെ ഇമാമായിട്ട് ഈ റായത്തെ ഖതീബായിട്ട് ഈ റായത്തെ എല്ലാമായിട്ട് നിയന്ത്രിച്ചോട്ട് അങ്ങനെ 1974 ആ മഹാനവറുകൾ ഞങ്ങളെ തൊട്ടിട്ട് ഇവിടുന്ന് ഈ റായത്തെ വിട പറഞ്ഞു പോയിത്ത ചിലപ്പോ ആ സമയത്ത് ചെമ്മ ആളുമാരെ ജനനായിട്ടിക്കല ആ മഹാനുഭാവൻ ഇവിടെ അന്ത്യവിശ്രമം കൊണ്ടിട്ട് 51ാമത്തെ ഉറൂസ് ഞങ്ങൾ ആചരിച്ചുകൊണ്ടുള്ള 51 വർഷങ്ങൾ ആ മഹാനുഭാവൻ ഇന്റെ ഈ ഞങ്ങളെ റായത്തില് അന്ത്യവിശ്രമം കൊണ്ടിട്ട് ഞങ്ങൾക്ക് ആത്മീയമായ നേതൃത്വം നൽകിക്കൊണ്ടുണ്ട്. ആ മഹാനുഭാവന്റെ ബറക്കത്ത് നിങ്ങൾക്ക് കിട്ടണുണ്ടായെങ്കിൽ ആത്മീയ ഇൽമുടെ മജ്ലിസിൽ വന്ന് ദയിക്കണു. പിന്നെ ഒരു തെല്ല് ആവശ്യമുണ്ടെങ്കിൽ മൂലഭൂത സൗകര്യത്തിന് വേനായിട്ടല്ലാണ്ട് ഒരു താകയിട്ട് അല്ലെങ്കിൽ ശൗചാലയത്തേക്ക് ചിലപ്പോൾ പോണ്ടി പണ്ട് അങ്ങനത്തെ ആവശ്യത്തില്ലാണ്ട് മജ്ലിസ് എഞ്ചിട്ട് അപ്പറ ഇപ്പറ തിരിഞ്ഞോണ്ട് നട്ടന്തിരിയുടെ രൂപത്തിലായെങ്കിൽ തീർച്ചയായിട്ടും അവന്യരായ ഉസ്താദിരെ ആ ഒരു ഇൽമ ആ ഇൽമുടെ ബർക്കത്ത് ആ ഉസ്താദിരെ ആ മഹൽ ഫളല് ആ ശ്രേഷ്ഠത നിങ്ങൾക്ക് കിട്ടലേ. അള്ളാഹു നല്ല ബറക്കത്തുള്ള മജ്ലിസാക്കി തരുമാറാകട്ടെ, ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കി തരുമാറാകട്ടെ. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഇന്ന് ഒരു ആധ്യാത്മിക മജ്ലിസ് എന്ന നിലക്ക് ജലാലിയ മജ്ലിസ് ഇവിടെ സംഘടിപ്പിച്ചിരുന്നു.
എന്തൊക്കെ പേനായിട്ടത് ഒരുപാട് ആൾമാരെ ഉദ്ദേശങ്ങൾ സാഫല്യാവണോ, ഞങ്ങളെ റായത്തുക്ക് വലിയ ബറക്കത്ത് കിട്ടണോ, ഞങ്ങളെ റായത്തുക്ക് സമൃദ്ധി കിട്ടണോ ചൊല്ലുടെ ഉദ്ദേശം വെച്ചിട്ട് കൊണ്ടാണ് ആ മജ്ലിസ് സംഘടിപ്പിച്ചത്. ആ മജ്ലിസിൽ നല്ല നിലക്ക് നല്ല മനസ്സോടെ വെച്ച് ഒരുപാട് മുഅ്മിനാത്തുകൾ ഉള്ളവർ. അല്ലാഹുവേ, ഞങ്ങളെ നെയ്യത്തും ഞങ്ങളെ എല്ലാം നീ നന്നാക്കി തരണേ റഹ്മാനെ. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ദിക്ർ, ഒരുപാട് ദിക്റുടെ സമാഹാരായിട്ടിക്കട ജലാലിയ മജ്ലിസ്. ദിക്റുകളുടെ കൂട്ടത്തില് ഏറ്റവും ഉന്നതമായ ശ്രേഷ്ഠമായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾപ്പെടെ ഒരുപാട് ദിക്റുകൾ എൻ്റെ കൂടെ മജ്ലിസിൽ ചൊന്ത്, ഒരുപാട് ബൈത്തുകൾ പാടിയിട്ട് ഇതെല്ലാം ഞങ്ങൾ ആധ്യാത്മിക ശുദ്ധിയായിട്ടിക്കട് ദിക്റുകൾ കൂടുതലായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ചൊല്ലണോ. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ ഞങ്ങളൊട്ടിಗೆ ഓർമ്മപ്പെടുത്തരുത്, വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലാഹുടെ നിങ്ങൾ ജാസ്തി ഓർക്കറൂ, അല്ലാഹുടെ നിങ്ങൾ സ്മരിക്കറൂ. എന്തൊക്കെ പേനായിട്ട് നിങ്ങൾക്ക് വിജയം കിട്ടുകൂ, നിങ്ങൾ വിജയികളാവൂ, നിങ്ങളെ ദുനിയാവും ആഖിറവും വിജയിക്കുകയായിട്ട് കുറെ ദിക്റുകൾ അങ്ങ് നിങ്ങൾ ചൊല്ലറുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ ചൊല്ലുമ്പോ പ്രിയപ്പെട്ട മോമിനാത്തുകളെ, ഉമ്മമാരെ, ഇവിടെ വന്നെത്തിയ സഹോദരിമാരെ, നാല് എത്ര ദിക്റുകളാണ് ചൊല്ലത്. ഇന്റെ ദിക്റ് ചൊല്ലുന്ന ആളുമാർ കുറുടിയായി പോയി അല്ലേ? ദിക്റ് ചൊല്ലുന്ന ആളുമാർ കുറുടിയായി പോയി. ഏതൊരു ഹാവലില് പിന്നെ ടി വിയുടെ ഹാവലി വന്നപ്പോ ഏകദേശം ഒരു ചെറിയ ഭാഗം മൈക്ക് ബ്രേക്ക് പൂട്ടിട്ട് ഏക്ക് ദിക്റ്. മൊബൈൽ വന്നൽ പിന്നെ സമ്പൂർണ്ണാണ്ടെ ചെല്ല ദിക്റുടെ ഭാഗങ്ങൾ ഒഴിവായി പോയിത്ത്. സുബ്ഹാനല്ലാഹ്, ഞങ്ങളെ ഉമ്മമാർ, ഞങ്ങളെ റായത്തെ ഹിരിയങ്ങ ആളുമാർ എത്ര ദിക്റുകൾ ചൊന്നു വെച്ചങ്ങ ഉള്ളാർ. ആയിരക്കണക്കില് ലക്ഷക്കണക്കില് ദിക്റുകളുടെ സമാഹാരം ഉണ്ടാക്കി വെച്ചിട്ട് നാളെ മരിച്ചു കിടക്കുമ്പോ ആ ആരടി മണ്ണിടുക പോകുമ്പോ നക്കുറു കുണമായിട്ട് ആ ദിക്റുകളെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നീയത്തില് എത്ര ദിക്റ് ചൊന്നിട്ട് വെച്ച ഉമ്മമാരുള്ളര്, ഹിരിയങ്ങളുള്ളര്. പക്ഷേ ഇന്നത്തെ ബാലക്കാർ സമൂഹ, ഇന്നത്തെ ബാലകാർത്തിമാർ, യുവതി സമൂഹ എത്ര ദിക്റുകൾ ചൊന്നോണ്ടുള്ളവർ ചൊല്ലത് ഞങ്ങൾ അവലോകനാക്കേണ്ടതുണ്ട്. എനി ടൈം മൊബൈലിലായിട്ട് അല്ലേ, കൂടുതൽ സമയങ്ങൾ അതിലായിട്ട് ചെലവഴിച്ചിട്ട് ദിക്റുകൾ ചെല്ലാണ്ട് ആ ഭാഗങ്ങളെ ശ്രദ്ധയില്ല. ഇനി ചിലപ്പോ നിസ്കരിച്ചെങ്കിൽ ആയിത്ത് അല്ലേ, അത് നിസ്കാര എങ്ങനത്തെ നിസ്കാര. സുബ്ഹാനല്ലാഹ്, ചില ബാലക്കാർത്തിമാരെ നിസ്കാരങ്ങൾ നോക്കുമ്പോ ഈ സമൂഹം എവിടേക്ക് പോയോണ്ടുണ്ട്. ഇപ്പൊ ചിലലുണ്ട് എന്തേ ഇന്ത്യ കൂടെ ആൾമാരുള്ള സുധാരിഞ്ഞ നിസ്കാരങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ നിസ്കരിച്ചിട്ടുള്ള ആ നിസ്കാരാനന്തരം ചൊല്ലേണ്ട ദിക്റുകൾ, നിസ്കാരാനന്തരം ചെയ്യേണ്ട കർമ്മങ്ങളൊന്നും ചെയ്യാണ്ട് ഞങ്ങളെ നിസ്കാര തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ടിട്ട് തുടങ്ങിയിട്ട് സലാം കൊണ്ട് അവസാനിച്ചെങ്കിൽ നിസ്കാരാവും ആവില്ലേണ്ടല്ല. പക്ഷേ അതിന് പരിപൂർണത കിട്ടണമെങ്കിൽ ഒരുപാട് ദിക്റുകൾ അവിടെ ചൊന്നുറു. ആ ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. ഒരു 4-5 വട്ട നിസ്കാരങ്ങൾ ഉണ്ടെങ്കിൽ 5 വക്ത് ഫർലായ നിസ്കാരത്തെ പെരകത്തെ സലാം വീട്ടിയല് പിന്നെ ചൊല്ലിന് 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, പിന്നെ 33 അല്ലാഹു അക്ബർ,
പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അത് ഭർത്തിയാക്കിയിട്ട് 100 ആവിടും. പിന്നെ ഒരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹു കൂടി ചൊല്ലട്ടെ. അതൊരു വലിയ മഹത്വമുള്ള കാര്യമല്ലേ? എത്ര മുഅ്മിൻ മുഅ്മിനാത്തുകൾ ഇതിനെ ഉപേക്ഷിച്ചുകൊണ്ടുള്ളത്. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഞങ്ങളൊട്ടിಗೆ ಉಪಮೆಯಾಕಿಡದು. ನಾನು ಎಕ್ಸ್ಟ್ರಾ ಟೈಮಲ್ಲಿ ಚೊಲ್ಲ ದಿಕ್ಕರ ಬಗ್ಗೆ ಚೆನ್ನಲ್ಲ. ಎಕ್ಸ್ಟ್ರಾ ಟೈಮಲು ഒരു നാളുക്ക് ഇത്തര നാനൊരു 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ ഒരിത്തര സുബ്ഹാനല്ലാഹ് ഞാൻ എക്സ്ട്രാ ആയിട്ട് ചൊല്ലങ്ങുണ്ട് കൈ വൈത്തോറുകൊണ്ട് ചെന്നെങ്കിൽ വിരലെനിക്കിടെ ആൾമാർ മാത്രമായിട്ട്. അള്ളാഹു ഞങ്ങളെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളെ സമൃദ്ധിയാക്കുമാറാകട്ടെ. അവിടെ പള്ളിയുടെ അവിടെ ആവശ്യമില്ലാത്തങ്ങ പള്ളിയുടെ മുന്നിലുള്ള ആവശ്യമില്ലാത്തങ്ങ എല്ലാവരും മജ്ലിസിൽ വന്ന് ദയിക്കോറും. അവിടെ അഗത്യമുള്ളങ്ങ മാത്രം നിന്റെ മേ മജ്ലിസുക്ക് വലിയ ബറക്കത്തുണ്ടോണ്ട് ചൊന്നിട്ടും ആ മജ്ലിസുക്ക് വന്ന് ദയിക്കോകൂ മനസ്സ് കാട്ടിയില്ലെങ്കിൽ ഈ മജ്ലിസിന്റെ ബറക്കത്ത് നിങ്ങൾക്ക് കിട്ടുമോ? ഇൻഷാ അല്ലാഹ് ചമ്മെന്ത് ചൊല്ലൂല ഹസ്രത്ത് ബണ്ട കൊടുത്തോളൂ. ഒരു കൊറിയ വിഷയങ്ങൾ നിങ്ങൾക്ക് ചൊല്ല എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഈ മജ്ലിസ് പിരിയണു. നാളെയും ഞങ്ങളെ വഅദ് മജ്ലിസ് നടക്കട്. വന്യരായ സയ്യിദ് സാദാത്തങ്ങൾ അവരുടെ നേതൃത്വത്തിൽ ഹംസ മിസ്ബായി ഓട്ടപ്പദ ഉസ്താദരെ വാളും കൂടി ഈ മജ്ലിസിലൊക്കെ നടക്കുകൊണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് മജ്ലിസ് എത്രയും പെട്ടെന്ന് പിരിയേണ്ടതുള്ളത് കൊണ്ടിട്ട് കൊറിയ വാക്കുകൾ ഈ മജ്ലിസിലെ ബറക്കത്തുക വേനായിട്ട് ആണ് ചൊന്നുകൊണ്ടുള്ളത്. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഞങ്ങളൊട്ടിಗೆ ഉണർത്തിയതായ ഒരു ഗൗരവമേറിയ ഒരു പലക. മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറുഹു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. പ്രിയപ്പെട്ട നിന്റെ പിരിശത്തെ റായത്തങ്ങളെ, അതുപോലെ ശബ്ദം കേൾക്കുന്ന എല്ലാ മോമിൻ മോമിനാത്തുകളെ, ഒരു മനുഷ്യരെ സംബന്ധിച്ചിട്ട് അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദാഹരണയാക്കി ചൊല്ലത് ദിക്ർ ചൊല്ലെ മനുഷ്യ, അള്ളാഹുടെ സ്മരിക്കടെ മനുഷ്യ അവനു ജീവ ഉള്ളവനെ പോലെയാണ്, ഹയാത്തുള്ളവനെ പോലെയാണ്. അതേപോലെ വല്ലദീ ലാ യദ്കുറു റബ്ബഹു, അള്ളാഹുടെ സ്മരിക്കാത്തെ, അള്ളാഹുടെ ഓർക്കാത്തെ, അള്ളാഹുക്ക് ദിക്ർ ചൊല്ലാത്തെ, അള്ളാഹുക്ക് വേനായിട്ട് കൊറിയ ടൈം സ്മരിക്കുക വേനായിട്ട് ചെലവഴിക്കാത്തെ ഒരു മനുഷ്യരെ സംബന്ധിച്ച് ചൊല്ലത് കൊണ്ടുണ്ടാ അവനു മരിച്ചവനെ പോലെയാണ്, അവനു ഡെഡ് ബോഡിയാണ്, അവനു ജീവയില്ലാത്തവനാണ്. പ്രിയപ്പെട്ട മുഅ്മിനെ മുഅ്മിനാത്തുകളെ, ഞങ്ങൾ ചിന്തിക്കാനായത് നാനൊരു മരിച്ച മയ്യത്ത, നാനൊരു ജീവ ഉള്ളവനാ. അള്ളാഹുടെ സ്മരിച്ചില്ലെങ്കിൽ, ദിക്ർ മജ്ലിസുകളിൽ ഭാഗിയായില്ലെങ്കിൽ, ദിക്റുകൾ ചൊന്നില്ലെങ്കിൽ ഞങ്ങൾ മരിച്ചങ്ങളെ പോലെയാണ്. ആര് ചൊല്ലോ ഹബീബുനാ വ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വലാത്തിൽ ജോറിക്കട്ടെ. ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ രൂപത്തിൽ ഉദാഹരണയാക്കി തണ്ട് ഇന്നത്തെ പരിശുദ്ധമായ ഈ ജലാലിയ മജ്ലിസുകളുടെ കൂട്ടത്തില് ഒരുപാട് ദിക്റുകൾ, ഒരുപാട് സ്മരണകൾ ഇവിടെ നടത്തിയെങ്കിലും അല്ലാഹുടെ ഇസ്മ, അല്ലാഹുടെ പേരുണ്ടല്ലേ, അത് നല്ല ഉന്നതമായ സ്ഥാനത്ത് നിൽക്കണ. അല്ലാഹുക്ക് ഒരുപാട് പേരുകളുണ്ട്. ആ പേരുകളുടെ കൂട്ടത്തില ഉന്നതമായിട്ട് ടോപ്പിൽ നിൽക്കുന്ന പേരാണ് അല്ലാഹ്. അല്ലാഹ് ഒരുത്തനെ, പക്ഷെ പടച്ചോന് ഒരുപാട് പേരുകളുണ്ട്. നിങ്ങൾക്കൊന്നുമില്ലല്ലോ.
അസ്മാഉൽ ഹുസ്ന. അല്ലാഹു നല്ല നല്ല പേരുകളുണ്ട്. അർ-റഹ്മാൻ, അർ-റഹീം, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പേരുകളുണ്ട്. ഈ പേരുകളുടെ കൂട്ടത്തില് അല്ലാഹ് ചൊല്ലത് ടോപ്പിൽ നിൽക്കട. ഇന്നത്തെ ഈ ജലാലിയ മജ്ലിസ് ജലാലിയ ചൊന്നെങ്കിൽ അല്ലാഹുടെ ജലാലത്താണ്. അല്ലാഹുടെ ആ പേരുക വലിയ മഹത്വങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ വെച്ചിട്ട് ഒരുപാട് ദിക്റുകൾ ഇവിടെ ഓർമ്മിച്ചിട്ട് ഞങ്ങ ചൊന്ന അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ കൂട്ടത്തിൽ വെച്ചിട്ട് ഒരു ദിക്റുടെ മഹത്വ ചൊന്നുന്നുണ്ട്. ഒരു ദിക്റുടെ മഹത്വ ചൊന്നുന്നുണ്ട്. ചിലപ്പോ ഇത് ഞങ്ങൾ കേട്ടങ്ങായിട്ടിക്കുക ഒന്നുകൂടി നാണ് ഓർമ്മപ്പെടുത്തിയോണ്ടുള്ള കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ. രണ്ട് കലിമത്തുണ്ട് ചൊല്ലകു സുലഭ, അത് കാണുകു സിംപലാണ്. നാവുലു ചൊല്ലകു സുലഭ, സഖീലതാനി ഫിൽ മീസാൻ. ആ രണ്ട് കലിമത്ത് മീസാൻ തട്ടിലെത്തുമ്പോ ಅದಕ್ಕೆ വല്ലാത്ത ദിന്ന ഉണ്ടു. ആ ദിക്റുക വല്ലാത്ത ദിന്ന ഉണ്ട്, തൂക്കമുണ്ടോ. ഞങ്ങളുടെ തിറാസില് തക്കടിയിൽ എന്തെങ്കിലും വെക്കുമ്പോ ദിന്നാവനുണ്ടെങ്കിൽ എന്തിനാ വെക്കണം? വലിയ കല്ല് വെക്കണം അല്ലേ, ഇരുമ്പു അല്ലേ? ഹഗിർത്ത സാമാനല്ല, വലിയ സാമാണ്. ദിന്നത്തത് ഉപയോഗിക്കുമ്പോൾ അതിൽ വലിയ ഭാര കിട്ടും. ഇപ്പോൾ ഇരുമ്പു ചെറിയ ഗാത്രത്തിൽ ചെറിയാണെങ്കിലും അല്ലേ, പറത്തി 5 കിലോ പറത്തി വെക്കണമെങ്കിൽ ഇങ്ങനെ വെക്കണം. മാന്യത്തങ്ങൾ ഉള്ളവർ എന്തെങ്കിലും തപ്പുണ്ടെങ്കിൽ ചൊല്ലർ, കറക്റ്റ് അല്ലേ? കല്ലോ ഇപ്പൊ 5 കിലത്തെ ഒരു കല്ല്, പണ്ടല്ല കല്ലുണ്ട്, ഇപ്പൻ്റെ കല്ല് ആർക്കും ചിലപ്പോൾ പരിചയിക്കല്ലേ. ആ കല്ല് അത് കാണുക ഇത്ര വലിയ മാത്രം, അപ്പൊ വലിയ തൂക്കമുള്ള സാമാനാണ്. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിയതുണ്ട് സഖീലതാനി ഫിൽ മീസാൻ. മീസാനിൽ വലിയ ദിന്ന കിട്ടറങ്ങിയതായ രണ്ട് കലിമത്താണത്. മീസാനിനെ കൊന്തൈത്ത ഇനിയിപ്പോൾ നാളെ പോയിട്ട് ചെല്ലണ്ട ഉസ്സജോന്ന് പറയും മീസാനിൽ വലിയ തൂക്ക കിട്ടുന്നുണ്ട്. ഈ മീസാനി ഒന്നേ തക്കടിയുണ്ട്. തൂക്കൂടെ എവിടെ തൂക്കൂടെ? സാമന്റെ അങ്ങടിലല്ല, ഏതെങ്കിലും തരക്കാരുടെ അങ്ങടിലല്ല തൂക്കൂടുത്. അള്ളാഹുവിന്റെ സാന്നിധ്യത്തിൽ വെച്ചിട്ട് മനുഷ്യന്റെ നന്മകളും തിന്മകളും തൂക്കുടെ സമയത്ത് ഒളിത്തു മത്തു കെടുക്കൂ കേട്ടറാ, അത് തൂക്കൊണ്ട് കൊണ്ടുണ്ട എൻ്റെ മുണ്ടില്ലേ, ആറ് മുണ്ടില്ലെന്തേ കേട്ടറാ സുബ്ഹാന ജല്ല. ആ എവിടെ അത്, എവിടെ മക്കളെ? ആ ആഖിറത്തില്. അപ്പോ ആ മീസാൻ ആ തുരാസിൽ വെച്ച് തൂക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നു സഖീലതാനി ഫിൽ മീസാൻ. ആ തിറാസില് ഒളിത്തു തൂക്കുടെ തിറാസില് ഈ രണ്ട് കലിമത്തങ്ങ് ഇട്ട് കൊടുക്കുമ്പോ അത് വല്ലാത്ത ദിന്നായി പോണ്ടു. ഞങ്ങളെ തിറാസോ കെടുക്കുടെ തിറാസ് ദിന്നവും ഒളിത്തുടെ തിറാസ് അഗരവുമാണ് അല്ലേ? അങ്ങനെ ആയിട്ടിക്കല്ലേ? അങ്ങനല്ലേ? ഞങ്ങളിത് ഒളിത്തു യാറയ്ക്കോ കെടുക്ക് യാറയ്ക്കോ? കെടുക്ക് യാറയ്ക്കോ. അള്ളാഹു ഒക്കെ പുറത്തു തരുമാറാകട്ടെ. അള്ളാഹു ഈ മജ്ലിസിലെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. അപ്പണ ചൊന്നോ വന്നത് കെടുക്കുകൾ തിന്മകൾ യാറാവുടെ സമയത്ത് ആ മീസാൻ തക്കടിക ഈ രണ്ട് കലിമത്ത് ഇടുമ്പോ ആ മീസാൻ ദിന്നായി പോണ്ടോ. ഹബീബത്താനേ റഹ്മാൻ.
അല്ലാഹു തആലക്ക് പടച്ചവനുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് ദിക്റുകളാണ്. പടച്ചോനുക്ക് വലിയ ഇഷ്ടമുള്ള ദിക്റുകളാണ് ആ രണ്ട് ദിക്റുകൾ. ഏതാണ് ഗൊന്തുണ്ട? ചിലപ്പോ നിങ്ങൾക്ക് ഗൊന്തുള്ള ദിക്റുകളായിട്ടിക്കും. പ്രിയപ്പെട്ട ഉമ്മമാർ, പ്രിയപ്പെട്ട പെങ്ങന്മാർ, ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയാ നിങ്ങളെ മക്കളെ ഈ രണ്ട് ദിക്റ് ചൊല്ലുക ഞങ്ങൾ പതിവാക്കുക. ഞങ്ങൾക്ക് മോന്തിയല ചിലപ്പോ മദ്രസത്തെ മക്കള് ഉളുവെടുത്ത് വന്നിട്ട് പള്ളിയിൽ വെച്ചിട്ട് കിട്ടിയെങ്കിൽ ഒരു 3 മിനിറ്റാ, ഒരു 5 മിനിറ്റാ, ഒരു 7 മിനിറ്റാ ആ ദിക്റുകൾ സാമാന്യ ചൊല്ലലുണ്ട്. ഏതാണ് ദിക്റ് കൊണ്ടുണ്ടാ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. അവർക്ക് എല്ലാവരും ഒന്ന് ചൊന്നേ, സുബ്ഹാനല്ലാഹി. എനിക്കോ ചൊന്നല്ല, ദിക്റ് ചൊന്നോണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. നിങ്ങളെ തിറാസ് തിന്നാവുന്നുണ്ടായെങ്കിൽ, പടച്ചോനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടാവണമെങ്കിൽ ഈ ദിക്റുകൾ കൂടുതലായി നമ്മുടെ ജീവിതത്തിൽ ചെല്ലാ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആയതുകൊണ്ട് നിന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, മോമിനാത്തുകളെ, നിങ്ങളുടെ ജീവിതം അല്ലാഹു സംതൃപ്തിപ്പെട്ട് അല്ലാഹു ഇഷ്ടപ്പെട്ട ജീവിതമായിക്കണം. എല്ലാ തിന്മകളിൽ നിന്നും നന്മകളിലേക്ക് നിങ്ങൾ ഉളരണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ നിങ്ങൾ ചെഞ്ഞു പോയ ആ തിന്മകൾക്ക് പടച്ചോണ്ടൊട്ടിಗೆ തൗബയൊക്കെ ചെയ്ത് മടങ്ങിയിട്ട് നല്ല ഒരുപാട് ദിക്റുകൾ നിങ്ങൾ ചൊന്നിട്ട് ബയിക്കണം. എന്തേ? നാളെ ഖബറിൽ കിടക്കുമ്പോൾ ഖബറിൽ രക്ഷണ വേണോ? നാളെ മഹ്ശറയിൽ പോകുമ്പോൾ അവിടെ അള്ളാന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശഫാത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ആ ശഫാത്തിൽ ഒരുമിച്ച് കൂടണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഒരുപാട് സ്വലാത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ചൊന്നിട്ട് വേണോ. അള്ളാഹു അതിനൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാന്മാരുടെ ഉറൂസ് നിങ്ങൾ ആചരിക്കുമ്പോൾ ഈ മഹാന്മാരുടെ പേരിൽ ഇത്തരം മജ്ലിസുകൾ ഇത്രയും പൈസ ചെലവാക്കിയിട്ട് ഇത്രയും ചന്താക്കിയിട്ട് നിങ്ങൾ ആചരിക്കണേന്ന് ചെന്നെങ്കിൽ അത് അങ്ങക്ക് ഗുണം കിട്ടുകയല്ല. നിങ്ങൾ ഒരു ആലോചന ആക്കേണ്ട ഏറ്റവും വലിയൊരു വിഷയമുണ്ട്. അത് ഞങ്ങളുടെ ജീവിതം നന്നാവുകയോ, ഞങ്ങളെ കൽബ് നന്നാവുകയോ. ഇന്റെ ആധ്യാത്മിക ദിക്ർ മജ്ലിസ് നടന്ന് എത്ര ആളുമാർ ഇതിൽ ഭാഗ്യായറിയെന്ന് ചൊല്ലത് ഒരു അവലോകനാക്കണം. നാളെ വാളു മജ്ലിസ് നടക്കുമ്പോൾ അത്രയും ഞങ്ങൾ ചെലവഴിച്ചിട്ട് വാളു മജ്ലിസുകൾ നടത്തുമ്പോൾ റായത്തങ്ങള് ആദ്യം വന്നിട്ട് മജ്ലിസിൽ വെച്ചിട്ട് സഹകരിക്കണു അല്ലേ. തെല്ലേട്ടാവട്ട് തുടങ്ങുമ്പോൾ തെല്ലേട്ടാവടു അങ്ങനത്തെ ചിന്താഗതി വിടണു. അതിപ്പോൾ സാമാന്യമായി പോയി അല്ലേ. ഒരാൾ നിക്കാവ് വിളിച്ചെങ്കിൽ നിക്കാ എത്ര ഗಂಟೆಗೆ 11 ಗಂಟೆಗೆ നിക്കാവ് ചെന്നെങ്കിൽ 11 ಗಂಟೆ ചെല്ലില്ല. തുടങ്ങുമ്പോൾ എത്ര ആടും കാക്ക ബർട്ട് ഒരു മൂത്തപ്പ വന്നോണ്ടുണ്ടു കാക്കടി അല്ലേ. മൂത്തപ്പ വന്നോണ്ടുണ്ടു. ആ മൂത്തപ്പത്തിൽ ಬೇಗ വന്നിട്ടെങ്കിൽ ആ കൂടിയ ആളുമാരെ എല്ലാവർക്കും ടൈമിംഗ് ലാഭാവില്ലേ. ഇതിങ്ങനെ പതിവാണ്. ഒരു നിക്കാടെ മജ്ലിസിൽ ഒരു ഉദാഹരണം ചെന്നാണ് 11 ಗಂಟೆಗೆ നിക്കാഹ് വെച്ചെങ്കിൽ അതേ 11 ಗಂಟೆಗೆ നിക്കാഹ് നടത്തുന്ന സമുദായമാണ് നങ്ങ അല്ലേ. മറ്റു സമുദായങ്ങളിൽ ഒരു ഏതെങ്കിലും ഒരു ശുഭകാര്യങ്ങൾ നടക്കുമ്പോൾ അതിക്ക് സമയ ಗಳಿಗೆ ഇതെല്ലാം ഉണ്ട് ഇല്ലേ. ആ ಗಳಿಗೆ തപ്പിയെങ്കിലായില്ല, ആ രൂപത്തിൽ അങ്ങ് ഇതാക്കിടാറ്. പക്ഷേ നിങ്ങൾക്ക് ಗಳಿಗೆ ഇതല്ലെങ്കിലും ഒരു ടൈമു ചൊന്നെങ്കിൽ ഒരു 5 മിനിറ്റ് അപ്പുറം ഇപ്പറാവും, അത് വേറെ വിഷയം. ഇത് കാക്കട ഉസ്താദ് ബന്ധ് ഒരു തങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഉസ്താദന്മാരുണ്ടാവും. അർജന്റ് പോണ്ടാവണം, ഒന്ന് നിക്കാഹ് കൂടി പോവാണ്ട് ചെന്നിട്ട് വന്നേ ഒരു മനുഷ്യ. കുറെ ആൾമാർ അതിൽ ഇക്കിടാറ്, പല ആവശ്യകതയുടെ ആൾമാർ ഇക്കിടാറ്. പിന്നെന്താ അവിടെ കാക്കടി മൂത്ത പുറത്ത് വന്നുകൊണ്ടുണ്ട്, അല്ലെങ്കിൽ ആരാ
ഇൻഷാ അല്ലാ. അപ്പൊ നാ ചൊന്നു വന്നത് ടൈമിങ് ഞങ്ങൾക്ക് മുഖ്യമായിട്ടിക്കട്. അപ്പൊ മഗ്രിബ് നിസ്കരിച്ചിട്ട് ഞങ്ങൾ പരിപാടി ആരംഭിക്കണം ചൊല്ലുമ്പോൾ ഒരു ഏകദേശം പാതി ആൾമാർ എത്തിയെങ്കിൽ ഞങ്ങൾക്ക് ആ കറക്റ്റ് ടൈമുക്ക് തുടങ്ങുള്ളൂ. ഇനിയിപ്പോൾ അങ്ങനെ നോക്കളില്ല, ആൾ എത്തിത്താ ഇല്ലേ അതില്ല, തുടങ്ങരുത് ടൈമുക്ക് തുടങ്ങിയെങ്കിൽ അതൊരു വലിയ മാതൃക ആവും. അപ്പം ആയതുകൊണ്ട് ഞാൻ ഈ മജ്‌ലിസിനെ ഒന്ന് ഉപയോഗപ്പെടുത്തുന്നെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ സമുദായത്തിൽ എന്തെങ്കിലും ശുഭകാര്യങ്ങൾ നടക്കുമ്പോൾ ഒരു ടൈം ചൊന്നെങ്കിൽ അതേ ടൈമൊക്കെ നടത്താം അല്ലേ. ഒരു മങ്ങിലത്തെ വിഷയത്തിൽ എന്നാണ് ഉദാഹരണം ചെല്ലേ, ഇവിടെ അങ്ങനെ ഉണ്ടല്ല, ചില മങ്ങിലത്ത് പോയിട്ട് ഉള്ള സമയങ്ങളൊക്കെ ചിലവഴിക്കണങ്ങളുള്ള ഒരു നിക്കാഹ് കൂടുവാണ്ട് പേരച്ചിട്ട് പോണെന്നായിട്ട് പോയിട്ട് 12 കണ്ടായിട്ട് ഇല്ല, ചെറുക്കടെ പാർട്ടി വന്നിട്ടില്ല, ഇല്ലെങ്കിൽ പെണ്ണിടെ പാർട്ടി വന്നിട്ടില്ല, ഇങ്ങനത്തെ സമസ്യകൾ. അപ്പം ആയതുകൊണ്ട് ഏത് കാര്യക്രമങ്ങളാണെങ്കിലും അതാത് സമയത്ത് തുടങ്ങിയെങ്കിൽ അതൊരു വലിയ ഭംഗിയുണ്ടാവും. ഞങ്ങളെ ജലാലിയത്തക്ക് നേതൃത്വം നൽകിയ വന്യരായ മസൂദ് സയ്യിദി ഉസ്താദ് പോയോണ്ടുണ്ട്. ഹസ്രത്ത് ബറകൊണ്ട് ഇൻഷാ അല്ലാ, ഹസ്രത്ത് ബറളോടുകൂടി ഞാൻ വാളന്നിപ്പാട്ടെ, പിന്നെ ചെമ്മ ലേറ്റാക്കിക്കൊണ്ട് പോകേണ്ട വേണ്ട. അപ്പം ആയതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തിയ ഒരു വിഷയം ചൊന്നെങ്കിൽ ടൈമിങ് ഞങ്ങൾക്ക് മുഖ്യമായിട്ട് എല്ലാത്തിലും ഞങ്ങൾ ടൈം പാലനാക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞങ്ങളുടെ സമുദായം ഒരുപാട് ഡെവലപ്മെൻ്റ് ആവേണ്ടതുണ്ട്. സമുദായത്തെ ആചാര വിചാരങ്ങളിൽ ഡെവലപ്മെൻ്റ് ആവേണ്ടതുണ്ട്. പ്രിയപ്പെട്ട മോമിനീങ്ങളെ നോക്കൂ, ഏറ്റവും വലിയ ഇസ്ലാം പഠിപ്പിച്ചതായ തത്വങ്ങളും അതുപോലെ ആചാര വിചാരങ്ങളും ഉള്ള ഒരു ധർമ്മമായിട്ട് ഇസ്ലാം അല്ലേ. എല്ലാത്തിലും ഒരു ടൈം ടേബിൾ ഇസ്ലാം പഠിപ്പാട്ടി തന്നത്. പക്ഷേ ഞങ്ങൾ ഒന്ന് ആലോചനയാക്കേണ്ടതുണ്ട്, ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ടുള്ളമാ ഇല്ല. എല്ലാത്തിലും ഞങ്ങൾക്ക് എന്തൊരു നിർലക്ഷ്യ ഭാവന, പ്രതിയൊന്നിലും ഞങ്ങൾക്ക് നിർലക്ഷ്യ ഭാവന. ഞങ്ങളുടെ മക്കളെ വിഷയത്തിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തെ വിഷയത്തിൽ, അല്ലെങ്കിൽ ഞങ്ങളെ ഔത്ത വിഷയത്തിൽ ഞങ്ങൾ ആ ഒരു മുത്തുവരിച്ച എടുത്തോണ്ടില്ലേ. ഞങ്ങൾ സമുദായം നന്നാവുന്നുണ്ടായെങ്കിൽ ഏറ്റവും വലിയ ഒരു മാർഗ ഞങ്ങളെ ഫസ്റ്റ് അവകൾ നന്നാക്കുക. ഞങ്ങളെ ഔത്തുലോ ഇസ്ലാമുടെ തത്വങ്ങൾ, ഇസ്ലാമുടെ ആചാര വിചാരങ്ങൾ നടക്കിടാണ്ട് ചെന്നിട്ടൊന്നൊന്നു നിങ്ങൾ അവലോകനാക്കോ. ഞങ്ങൾ ചൊല്ലേന്തരി അവൻ സരിയില്ലേ, ഊണ് സരിയില്ലേ അല്ലേ, ഇങ്ങനെ കൈ കാട്ടിയിട്ട് അവൻ സരിയില്ലേ, ഊണ് സരിയില്ലേ, അവിടെ സമയമില്ലേ, ആറായ സരിയില്ലേ, ഞങ്ങൾ സരിയുള്ളമ്മ. ഒന്ന് അവലോകനാക്കേണ്ട ഒരു വലിയ ഒരു ദൗത്യം ഞങ്ങളുടെ മേലിലുണ്ട്. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, എന്തിനാണ് ഇത് ചൊന്നുകൊണ്ടുള്ള ചൊന്നെങ്കിൽ, ഞങ്ങ സാമാന്യമായിട്ട് എവിടെങ്കിലും ഒരു പള്ളിക്ക് എന്തെങ്കിലും ഒരു തകരാറാകുമ്പോൾ, അല്ല എന്തെങ്കിലും ഒരു മക്കബറത്തേക്ക് ശരിയോ എവിടെങ്കിലും ഏതോ ഒരു റായത്തിൽ ഏതെങ്കിലും ഇസ്ലാം അല്ലാത്ത ആളുമാർ തൊന്തരാക്കുമ്പോൾ ഞങ്ങൾ അതൊരു വിഷയത്തിൽ ഭയങ്കര ഇതാക്കിക്കൊണ്ടിരിക്കട. ഞങ്ങൾ ചിന്തനാക്കണത് ഞങ്ങളെ റായത്തിൽ ഞങ്ങൾ പള്ളി കെട്ടിയിട്ട് എത്ര ആളുമാരേക്ക് നിസ്കരിക്കുക ഞങ്ങൾ പോയോണ്ടുള്ള അതായിട്ടിക്കണോ ഞങ്ങൾ അവലോകനാക്കേണ്ടത് അല്ലേ. ഞങ്ങളെ റായല്ലേ ഫസ്റ്റ് ഞങ്ങൾക്ക് എവിടമായ വിഷയത്തിൽ ഞങ്ങൾക്ക് കണിക്കറവുണ്ട്, ബേജാറുണ്ട്. പക്ഷേ ഞങ്ങളെ പ്രായത്തിൽ പള്ളി കെട്ടിയിട്ട് അതൊക്കെ ഒരുപാട് ചെലവാക്കിയിട്ട് അതൊക്കെല്ലാ സുഖ സൗകര്യങ്ങളും ചെയ്തിട്ട് പള്ളിക നിസ്കാരത്തുക ആളുമാർ തീരെ അടുക്കാറില്ല. പള്ളിയുടെ ഭാഗത്ത് ആളുമാറില്ല. ഇതിൻ്റെ ഉഡ വിഷയം അല്ല ചൊല്ലേ. കൂടുതൽ ഞങ്ങളെ സമുദായം ആ രൂപത്തിൽ ചിലപ്പോൾ പള്ളിയിൽ ഒരു ജമാഅത്ത് നടക്കുമ്പോൾ പർത്തഞ്ഞ് എവിടെയെങ്കിലും അലഞ്ഞോണ്ടിക്കുക. ആ ജമാഅത്ത് കൊന്നു കൂടി പണ്ടാൻ ചൊല്ലെങ്കിത്തെ നല്ല ഒരു മനസ്ഥിതി ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ആ ഉണ്ടാക്കിയെടുക്കേണ്ട കാലത്തോളം ഞങ്ങളെ മന പരിവർത്തന ആവുക സാധ്യമില്ല, ഞങ്ങൾ പരിവർത്തന ആവുക സാധ്യമില്ല.
ഞാൻ സാന്ദർഭികമായിട്ട് ചില വിഷയങ്ങൾ നിങ്ങളുടെ ഓർമ്മപ്പെടുത്തിയോ എന്ന്. ഒരു മോമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പിറന്നാളായിട്ടിക്കട് വാർത്തിലെ ഒരു ജുമുഅ അല്ലേ, ഈദുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ വാരത്തെ ഒരു പെരുന്നാൾ പരിശുദ്ധമായ ജുമുഅ നാളിൽ ആ വെള്ളിയാഴ്ച രണ്ടുള്ള ജുമുഅ നിസ്കാരം. ഈ ജുമുഅ നിസ്കാരത്തിന് ചിലപ്പോ ബണ്ട അവസ്ഥ നോക്കിയെങ്കിൽ വല്ലാണ്ട് ബേജാറായി പോണ്ട്. എന്തേ ബണ്ടത് ലാസ്റ്റ് പോണ്ടത് വേഗ അല്ലേ, വണ്ടേ മേ ലാസ്റ്റ് ഇവിടെ ഹുത്തുബത്തുക എല്ലാം പത്തിയിട്ട് പാതിയെല്ലാം ആയാലും പിന്നെ എങ്ങനെയെങ്കിലും വന്നിട്ട് അതുകൊണ്ട് ചില ഓരോരുത്തരെ ഇത് ഞാൻ ഓർമ്മപ്പെടുത്തിയോണ്ടുള്ള ഏനെ പുറത്ത് വന്ന് നീണ്ടിട്ട് ഇങ്ങനെ നോക്കുകകളുണ്ട്. ഒരു അപരിചിതരെ പോലെ അല്ലേ, ആരെങ്കിലും കണ്ടേമ്പായിരിക്കണോ പുതിയ പള്ളി വണ്ടായിട്ടേക്കൊണ്ടു ചിലപ്പോൾ അവിടെ നീണ്ടു പോകില്ല കുറേ നേരം ഒരുത്തരെ വിഷയാക്കട് അപ്പറേപ്പറേന്ദ്ര വിഷയാക്കൊണ്ടിക്കട്, അല്ലെങ്കിൽ ഒരു തിട്ടുണ്ടെങ്കിൽ ആ തിട്ടിൽ നിൽക്കട്, കീഴ് ജാഗിന്നെങ്കിലും പള്ളിയുടെ ഉള്ളിൽ ജാഗിക്കട്. ഇത് ഉഡേ ഞങ്ങളെ റായത്ത് വിഷയമല്ല ചെന്നേ. നിങ്ങൾ ചിലപ്പോൾ എവിടെയെങ്കിലും ജുമുഅ കൂടി അവിടെ മനസ്സിലാക്കിയിരിക്കുവാർ കുറെ അപരിചിതന്മാർ പള്ളിക പണ്ടങ്ങുള്ള അങ്ങനെ ആവണക്ക് തീരല്ലേ. ഞങ്ങളെ സമുദായം ഇവിടെയാണ് പേച്ചു പോയത്. പരിശുദ്ധമായ ജുമുഅ സമയത്ത് ആ ഖുതുബത്തെ മുന്നൊലെ പള്ളിയിൽ വന്നിട്ട് ഒരുമിച്ച് കൂടുക ഞങ്ങളെ കൊണ്ട് സാധിച്ചില്ലാണ്ടായെങ്കിൽ ഞങ്ങൾ എന്ത് മോമിനാണ് അല്ലേ. എന്തുവയ്ക്കില്ല ചില ബിസി അതൊന്നുമില്ല, ബിസി തീരുകയില്ല. ഞങ്ങളെ ബിസി എപ്പാ നോക്കിയെങ്കിലും ബിസി. ഞങ്ങളെ ബാപ്പന്മാര് പള്ളിക്ക് വന്നിട്ട് തെച്ചിട്ടില്ലേ വേഗം, ഞങ്ങൾക്ക് ബിസി ഇന്നില്ലേ. അതേപോലെയല്ലേ ഞങ്ങളെ വളർത്തിയത്, ഞങ്ങൾക്ക് ചോറ് കൂട്ടിയത് അതേപോലെയല്ലേ. വെയിലും മഴയും കാത്തും ഇതൊന്നും കണക്കെടുക്കാണ്ട് ഞങ്ങളെ ബാപ്പമാർ ഞങ്ങളെ ബലിയാക്കിയാറ് എങ്കില് പോലും വെള്ളിയാഴ്ച രണ്ട് പള്ളിയിൽ നേരത്തെ വന്നിട്ട് ചിലപ്പോ അങ്ങക്ക് പരിശുദ്ധമായ അൽകാഫ് സൂറത്ത് ഓതുകൊന്നില്ലെങ്കിലും അങ്ങ് ആ പള്ളിയിൽ വന്ന് തെച്ചിട്ട് കുറെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെന്നര്, കുറെ ദിക്റുകൾ ചെന്നര്. പക്ഷേ ഇണ്ടെങ്ങനെ സുബ്ഹാനല്ലാഹ് എത്ര ആളുമാരുണ്ട്. ഖുതുബ തുടങ്ങിയാൽ പിന്നെ പണ്ടര് സലാം വീട്ടുകൊന്ന് പുരുഷത്തില്ലേ അവണ് എത്തേണ്ട അവിടെ എത്തിയിട്ട് ഇതിലെല്ലാം പരിവർത്തനാക്കണം. ഞങ്ങൾ കുറെ വാള് ചൊല്ലാക്കിയേക്കിട അല്ലേ. സ്വന്തമായിട്ട് നിങ്ങൾ പരിവർത്തനാവാണ്ട് ഇത്തരം വിഷയങ്ങളിൽ നിങ്ങൾ പരിവർത്തനായില്ലെങ്കിൽ ഞങ്ങൾ പിന്നെ എങ്ങനെ നന്നാവിടെ. ഇത് ചിലപ്പോൾ ചിലങ്ങ് തോന്നിപ്പോ ഇത് സിമ്പിൾ വിഷയം ഉസ്താദേ, സിമ്പിൾ അല്ല. ജുമുഅ ചൊല്ലുന്നത് ഒരു മോമിനെ സംബന്ധിച്ചിടത്തോളം ഫർളാണ്, വാജിബല്ലേ. ആ ഫർളായ ഒരു കർമ്മം ആ ജുമുഅത്തിലെ ഖുതുബ കിട്ടിയില്ലാണ്ടായെങ്കിൽ അവന്റെ ജുമുഅയുടെ അവസ്ഥ എന്തായിരിക്കും? ചിലപ്പോൾ ജുമുഅത്തേക്ക് ബറാത്തങ്ങമേ ഉള്ള ഉസ്താദെ അതിരെ ಬಗ್ಗೆ ಅಂದ್ರೆ ജുമുഅത്തേക്ക് ബറാത്തങ്ങമുള്ളവരുണ്ട്. ബറാത്തങ്ങ കാരണം ഉണ്ടെങ്കിൽ ജുമുഅ ഒഴിവാക്കാണ്ടുണ്ടല്ലേ. എന്തിനാ കാരണം? ബിസിനസ്സാ അല്ല, ಅಂಗಡಿ ಬಂದಾಕಿ ಬರೋ ಗೊಂತಿಲ್ಲೆ ತಿಲ್ ಕಷ್ಟ ಉಂಟು ಪರ್ತಿಲ್ಲೆ ಸಾಮಾನೆಲ್ಲ എടുത്തിട്ട് ಉಳ್ಗ ಬೇಕೋಣತ್ತಾರೆ. അതുകൊണ്ട് ഇന്റെ ജുമാഅത്തേക്ക് പോണ്ടേമേ വേണ്ട, ഇന്റെ ബിസിനസ്സേ അത് കാരണല്ല. ശറഅ് പരിപാടിയെ കാരണങ്ങളല്ല അത്. അപ്പൊ ഞാൻ ഇത് എന്തൊക്കെ ഈ മജ്‌ലിസ് ഉപയോഗപ്പെടുത്തിയോ എന്നെങ്കിൽ പ്രത്യേകിച്ചിട്ട് ഞങ്ങളെ മൂല ചില വിഷയങ്ങൾ ശരിയാക്കണം. ജുമുഅ ചൊല്ല പവിത്രമായ ദിനത്തിൽ ಎಲ್ಲರಾಟಿ ಲಾಸ್ಟ್ വന്നിട്ട് ಎಲ್ಲರಾಟಿ ಬೇಗ പൊണ്ടെങ്കിയതായ മനസ്ഥിതി ഞങ്ങൾ വിടണം. ഞങ്ങൾ വിചാരിച്ചുകൊണ്ടുള്ള ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് ലൈഫുണ്ട്. ചിലപ്പോൾ ബാലക്കാർ അങ്ങനെ ചെയ്തെങ്കിൽ നിങ്ങൾ വിചാരിച്ചിട്ട് പോരെ എന്തേ ഞങ്ങൾക്ക് ഇനിയും ലൈഫുണ്ടോ, ഇനിയും ഒരുപാട് ജീവിക്കുകൊണ്ടു. അങ്ങനെ ആരും വിചാരിച്ചു പോണ്ട. പരിശുദ്ധമായ ആ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ മരണത്തെ ಬಗ್ಗೆ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തന്നറ
മരണം എങ്ങനെ, എവിടെ, ഏതു സമയത്ത്, ഏതു രൂപത്തില് ഞങ്ങളെ പിടിക്കൊണ്ട് ചൊല്ലുക സാധ്യയില്ല. എൻ്റെ ചെറിയ ചെറിയ ബാലക്കാർ മരിച്ചു പോകേണ്ട അവസ്ഥയല്ലേ കണ്ടുകൊണ്ടുള്ളത് അല്ലേ? പണ്ട് വയസ്സായിട്ട് അങ്ങേയറ്റം എത്തിയ മരണങ്ങളാണ് ഞങ്ങൾ കൂടുതൽ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇണ്ട് മരണത്തില് ചെറിയ ചെറിയ യങ് ആളുമാർ ഇന്ന് മരിച്ചുകൊണ്ടുള്ളത്. ആയതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഉമ്മമാരെ, നന്റെ ഈ ഉറൂസുര മജിലിസിൽ വന്നിട്ട് ദച്ച ഉമ്മമാർ പെണ്ണുങ്ങളൊട്ടിಗೆ പ്രത്യേകമായിട്ട് ചൊന്നുകൊണ്ടുള്ളത്, നിങ്ങ ആ മൊബൈല് ഇതൊക്കെ തെല്ല് സൈഡ് വെച്ചിട്ട് മൊബൈൽ യൂസ് ആക്കണ്ട ആരും ചൊല്ലില്ല. പക്ഷേ നന്മകൾക്ക് യൂസ് ആക്കറോ, ഒരുപാട് നന്മകൾക്ക് യൂസ് ആക്കറോ. ഇപ്പൊ ഉദാഹരണക്ക് ചൊല്ലെങ്കിൽ ഒരു ഉറൂസുര വിഷയത്തിൽ ഒരു പ്രചാരത്തിന് വേനായിട്ട് ഒരു സ്റ്റേറ്റസ് അല്ലേ, സ്റ്റേറ്റസ് എല്ലാവരും നോക്കണല്ലേ, അല്ലെങ്കിൽ ഒരു ഉറൂസുരെ ഒരു പോസ്റ്റർ ഒരു 4 ഗ്രൂപ്പ് കടത്തോറുകൊണ്ട് ചെന്നുമ്പോൾ എത്ര ആളുമാർ കടത്തിയങ്ങ് ഉള്ളാറ്, എത്ര ആളുമാർ സ്റ്റേറ്റസ് ഇട്ടങ്ങ് ഉള്ളാറ്. ഞങ്ങൾ ആലോചന ആക്കേണ്ടതുണ്ട്. ആ നന്മകൾക്ക് ഞങ്ങളെ മൊബൈൽ യൂസ് ആകണോ? ചില സ്റ്റേറ്റസ് നോക്കിയെങ്കിലും സുബ്ഹാനല്ലാഹ് അല്ലേ, ആ ഭാഗത്തൊന്നും ഞാൻ ഇപ്പം ഈ സമയത്ത് കിടക്കില്ല. അപ്പോൾ പ്രത്യേകിച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ട ബാലകാർത്തികളായ പെൺമക്കളൊട്ടിಗೆ അതുപോലെ ഉമ്മമാരൊട്ടിಗೆ നക്ക് ഓർമ്മപ്പെടുത്തുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ തെറ്റുകുറ്റങ്ങൾ വന്നുപോവും, വന്നിട്ടില്ല. പക്ഷേ ആയത്തര തിന്മകളിൽ നിന്ന് വൈമാറുക നിങ്ങൾ ശ്രമിക്കണോ. ഇത്രയും രൂപത്തിൽ ഞങ്ങൾ ജീവിതം അടിച്ചു പൊളിച്ചിട്ട് ഒട്ടാശി ജീവിക്കടയല്ല. 5 വക്ത നിസ്കാരം അത് കൃത്യമായി ഖളാ ആവാണ്ട് നിസ്കരിക്കണം അല്ലേ. ഫസ്റ്റ് അവിടെ അല്ലേ ഒരു മുസ്ലിമും ഒരു മോമിനും അല്ലാത്തവൻ്റെ ഇടയിലുള്ള ഐഡന്റിറ്റി എന്തിനെ നിസ്കാര. അപ്പോൾ ചൊല്ലത് ഞങ്ങൾ നിസ്കരിക്കരുത് ഉസ്താദ്, നിസ്കരിക്കര. എന്തിനാ നിസ്കാര? തറാവി അല്ലേ, തറാവീഹ് നിസ്കാര. റമളാൻ്റെതല്ല, വർഷം പൂർത്തി തറാവി. അതെങ്ങനെ ജാവുകും സുബയും ലുഹുറും അസുറും മഗ്‌രിബും എല്ലാം ഒട്ടിಗೆ കാണുമ്പോൾ വരിക്കണം ഒരു തറാവി നിസ്കാരം പോലെ അല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടുണ്ടായെങ്കിൽ അതിലെല്ലാം ബദലാവനാക്കണം. ഖളാ, നമ്മുടെ ജീവിതത്തിലെ നിസ്കാരം ചൊല്ലത് ഖളാ ആവുക തീരാ. ഖളാവാണ്ട് കൃത്യമായി നിസ്കരിക്കടെ നല്ല ആളുമാർ നങ്ങ ആവണം. ആയതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ പെങ്ങന്മാരൊട്ടിಗೆ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ഞങ്ങ മാത്രമല്ല ഞങ്ങളെ മക്കളെ നിസ്കാരവും ഖളാ ആക്കോട്ടു തീരാ. ചിലപ്പോൾ ഇവിടെ മദ്രസക്ക് വണ്ടേ മക്കളൊട്ടിಗೆ ഞങ്ങൾ നിസ്കാരത്തെ ഗൗരവത്തെ ಬಗ್ಗೆ ചെന്ന് കിടക്കടാ. മക്കൾക്ക് നിസ്കാരത്തെ ഗൗരവത്തെ ಬಗ್ಗೆ ചെന്ന് കിടക്കടാ. അതുപോലെ ടൈമുടെ ഗൗരവത്തെ ಬಗ್ಗೆ ചൊന്നു കൊടുക്കടാ. പക്ഷേ നിസ്കരിപ്പാട്ടത് ഞങ്ങളെ ഉമ്മമാരാണ്, ഞങ്ങളെ പെങ്ങന്മാരാണ്. നിങ്ങളെ മക്കളെ കൃത്യമായി സമയാകുമ്പോ അങ്ങനെ നിസ്കരിക്കടാണ്ട് ചൊന്നിട്ടു നിങ്ങ പരിശോധിക്കണോ. എത്ര പെണ്ണുങ്ങൾ ഇത് പരിശോധനയാക്കിടാറ്. ഫസ്റ്റ് എന്ത് വേണം? ഞങ്ങൾ നിസ്കരിച്ചിട്ട് വേണം അല്ലേ. ഞങ്ങൾ നിസ്കരിച്ചിട്ട് ഞങ്ങളെ മക്കളെ നിസ്കരിപ്പാട്ടണോ. ആ പരിശീലന നിങ്ങൾ ചെറുപ്പത്തിലെ മക്കൾക്ക് കൊടുത്തേണ്ടായെങ്കിൽ മക്കൾ നന്നാവിടെ. ചിലപ്പോൾ മക്കൾ നിസ്കരിച്ചില്ലുണ്ടായെങ്കിൽ ഉസ്താദേ എൻ്റെ മോന് നിസ്കരിക്കില്ലേ, അത് ഉസ്താദിട്ട് ചെല്ലേണ്ട ദൂരമല്ല, ഉസ്താദിട്ട് ചെല്ലേണ്ട ദൂരമല്ല. എൻ്റെ മോന് മൊബൈൽ ഒത്ര ഉസ്താദെ കണ്ടാപട്ടെ മൊബൈൽ ഒത്ര ചൊന്ന പോലെ കേൾക്കില്ലേ അല്ലേ. അവനൂടെ മദ്രസ വന്ന് മൊബൈൽ ഒത്തിരിമാ, മദ്രസ വന്ന് മൊബൈൽ ഒത്തിരിമാ അല്ല. നിങ്ങൾ ഔത്തുലല്ലേ മൊബൈൽ ഒത്തരുത്. ഒരു ബാപ്പ ഒരു ഉമ്മ ആ മക്കളെ ജീവിതം നന്നാക്കുകൊള്ള പരിശ്രമം വേണോ. അങ്ങനെ നന്നാക്കി എടുക്കേണ്ട വിഷയത്തിൽ മാതരിയാവണോ. പ്രഭാതത്തിൽ സുബൈക്ക് വേഗ ഉമ്മ എണിക്കിരണ്ടായെങ്കിൽ, ഒരു ബാപ്പ ഔത്തുല എണിക്കിരണ്ടായെങ്കിൽ ആ ഔത്തുരെ മക്കളെ ഉണർത്തുക സാധിക്കട് സാധിക്കില്ലേ അവല്ലേ ഔടു. അത് വേണോ മക്കളൊട്ടിಗೆ അതിലുള്ള കിർഫം വേണ്ട. ചിലപ്പോ നിന്റെ മോള് അവള് ഉറങ്ങിയിട്ടുള്ളത്, നിന്റെ മോണ് ഉറങ്ങിയിട്ടുള്ള
നന്റെ നല്ല പിരിസത്തെ നന്റെ മോനാണ്, നല്ല ഉറക്കിടെ സമയമാണ്. ആ സുബൈക്ക് നന്റെ മോന്റെ വണത്തിരെ വേണ്ടാണ്ട് ചൊന്നിട്ടോ നീനങ്ങനെ വിട്ടേണ്ട എങ്കില നിന്റെ മോണു നിസ്കാരത്തെ ബഗ്യെ അസഡ ഉള്ളവണവിടാ. ആ നല്ല സമയത്തിലേ ഉണർത്തണു സുബൈക്കുണ്ടല്ലേ. അള്ളാഹു ഞങ്ങളെ മക്കളെ ഒക്കെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. എൻ്റെ വലിയൊരു വിഷയമാണ് ചൊന്നെങ്കിൽ അതാണ് എൻ്റെ സമൂഹം വലിയ പേടിക്കിടത് മക്കളെ വിഷയത്തിൽ. ഞങ്ങളെ മക്ക ഞങ്ങൾ എത്രയെല്ലാം ചെലവഴിച്ചിട്ട് അധ്വാനിച്ചിട്ട് അങ്ങക്ക് പേനായിട്ട് നയിച്ചിട്ട് കഷ്ടപ്പെട്ടിട്ട് മക്കൾക്ക് പേനായ സുഖ സൗകര്യങ്ങൾ ഞങ്ങൾ കൊടുക്കൂടാ. പക്ഷേ മക്കൾ ഞങ്ങൾ ഗൊന്തില്ലാണ്ട് തെരു തപ്പിക്കൊണ്ടിട്. അതിന് പ്രത്യൊരു രക്ഷകന്മാരും ഔത്തര ബാപ്പമാരും പ്രത്യേകിച്ചിട്ട് ആ വിഷയത്തിൽ ശ്രദ്ധിക്കണോ. അപ്പൊ ആയതുകൊണ്ട് ഈ വിഷയത്തില് ഔത്തര ഉമ്മമാരും പെങ്ങന്മാരും നിങ്ങളെ മക്ക ഏ രൂപത്തിലുള്ളവരുണ്ട് നിങ്ങൾ ചിന്തിക്കണോ. മക്കൾക്ക് മൊബൈൽ കൊടുക്കുന്ന വിഷയത്തിൽ എൻ്റെ ചെമ്മ ആളുമാരെ കംപ്ലൈൻറ്റ് എവിടെ പോയെങ്കിലും മക്ക മൊബൈൽ ഒത്തുറുതി ആരാണ്ട് ഈ ആറാവു കാരണ നങ്ങമേയല്ലേ ഇതൊക്കെ കടിവാണ് ഇടേണ്ടത് നങ്ങമേയല്ലേ. ചെറുപ്പത്തില് കിടാവു ചോറുണ്ണുല്ലാണ്ട് ചൊന്നിട്ട് കൊടുത്ത കയ്യില് മൊബൈല്, ചെറുപ്പത്തില് കിടാവു ഉറങ്ങില്ലാണ്ട് കയ്യില് കൊടുത്ത മൊബൈല്, ചെറുപ്പത്തില് ഉമ്മ സ്വറാക്കുമ്പോ ഉമ്മ തുണി കഴുകുമ്പോ ഉമ്മടെ മുതല വന്നിട്ട് ഹട്ട പിടിച്ച മോണുകു പിഞ്ചോ മന മക്കക്ക് കൊടുത്തിട്ട് മൊബൈൽ കൊടുത്തിട്ട് ഒരു മൂലയിൽ തെപ്പാട്ടിയിട്ട് ഇവിടെ ദയ്യീണ്ട് ചൊന്നിട്ട് സാന്ത്വനപ്പെടുത്തിയ നങ്ങ അതിൻ്റെ മക്കളെയിലെ ഹാബിറ്റായി പോയിത്ത്. മൊബൈലില്ലാണ്ട് മക്കളെ മാനസികാവസ്ഥ തെറ്റിപ്പോയിത്ത്. എൻ്റെ പരിശോധനയിൽ ചൊല്ലേന്തെങ്കിൽ മൊബൈല് ഒത്തിയണ്ടായെങ്കിൽ ചമ്മ ഒത്തിയണ്ടായെങ്കിൽ മൈൻഡിക്ക് ബുദ്ധിമുട്ടുണ്ടോണ്ട് അല്ലേ. ഇപ്പം ശ്രദ്ധിക്കും, മൈൻഡിക്ക് ബുദ്ധിമുട്ടുണ്ടോണ്ട് കണ്ണുക്ക് ബുദ്ധിമുട്ടുണ്ടോണ്ട് ചൊല്ലാർ. പക്ഷെ ഇന്റെ സമൂഹം എവിടെ പോയി എത്തിത്ത് കൊണ്ടുണ്ടാ കിടാവുക നന്റെ മോണുക്ക് മൊബൈൽ കൊടുത്തില്ലാണ്ടായെങ്കിൽ അവന് മാനസികമായി പോണ്ട അങ്കത്തെ പരിസ്ഥിതിക്ക് നിങ്ങളെ സമൂഹം എത്തിക്കൊണ്ടുണ്ടോ. അർത്ഥമായിത്തന്നെ നിങ്ങൾക്ക് മൊബൈൽ കൊടുത്തെങ്കിൽ മാനസികാവസ്ഥയും കണ്ണുകും എല്ലാത്തും പ്രോബ്ലം ഉണ്ടുകൊണ്ട് സംശോധനയിൽ ചൊന്നിട്ട് പോലും ഇതെല്ലാം ആയിട്ട് ഞങ്ങൾ ആ രൂപത്തിൽ ഉള്ള ഞങ്ങൾക്ക് ഇന്ന് ചിലപ്പോൾ മോണുക ഇത്ര ടൈമു നാലുകൊരു ഇത്ര ടൈമു മൊബൈൽ കൊടുത്തില്ലാണ്ടായെങ്കിൽ മോണുക മാനസികാവസ്ഥ തെറ്റിപ്പോകൊണ്ട് ചൊല്ലുടെ രൂപത്തിൽ ഞങ്ങൾ വന്നെത്തിയ. അള്ളാഹു ഞങ്ങളെ മക്കളൊക്കെ സലാമത്താക്കുമാരാകട്ടെ. അള്ളാഹു ഞങ്ങളെ മക്കളെ സലാമത്താക്കുമാരാകട്ടെ. ഒരുപാട് ഗെയിമുകൾ മൊബൈലിലോടുകൂടി ഗെയിമുകൾ കളിച്ചിട്ട് ഞങ്ങളെ മക്കളെ ഭവിഷ്യ ഹാലാക്കിക്കൊണ്ടുള്ളാറ് അല്ലേ. എൻ്റെ മോണു അല്ലെങ്കിൽ എൻ്റെ മോളോ ഒരു ഭാഗത്തിൽ പോയിട്ട് മൊബൈൽ എത്തുമ്പോൾ അതിൽ ബണ്ട് എന്തെല്ലാം ഉണ്ടോ അതെല്ലാവും ആ മോണ് നോക്കടാ. ആ മോള് നോക്കടല് ഓപ്പനാണ് അല്ലേ. ഈ രൂപത്തിൽ ആ മക്കളൊട്ടിಗೆ ഞങ്ങ ഗಂಟೆಗಟ್ಟಲೆ മൊബൈൽ കൊടുത്തു വിട്ടെങ്കിൽ മക്കളെ അവസ്ഥ എന്തായിട്ടിരിക്കും. ചില ആളുമാർ നിങ്ങൾ നോക്കിയിരിക്കുവോ എവിടെയെങ്കിലും ബസ് സ്റ്റാൻഡിൽ പോയെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയെങ്കിൽ ഒരു 4-5 ആൾ തെച്ചിരിക്കിടാർ. ഇല്ലെങ്കിൽ പോട്ടെ ആ വിഷയം എന്നാ ചർച്ച ചെയ്യടല്ല. ഇൻ്റെ ഒരു മങ്ങിൽത്താവത്തൂക്ക് നിങ്ങൾ പോറും. പണ്ടത്തെ മങ്ങിൽത്താവും ഇണ്ടത്തെ മങ്ങിൽത്താവുമല്ല വ്യത്യാസം. പണ്ടത്തെ മങ്ങിൽത്താവത്തിൽ എന്തേ ആളുമാർ മുണ്ടിരുതും ജൽസും അപ്പറ ഇപ്പറ പോണ്ടതും സുധാരിക്കിടതും ഇതെല്ലാം ഭയങ്കരമായി വേണ്ടിക്കിടും. ഇൻ്റെ ഒരു നിക്കാഹ് നടക്കടെ മുന്നുള്ളൊരു മജിലിസിൽ പോയി നിങ്ങൾ ദയിക്കൂറല്ല എല്ലാവരും നല്ല സൈലന്റ് അച്ചടക്കത്ത് തെച്ചിരിക്കിടാർ. അതാ എന്തേ സൈലന്റ് ഇത് പൽക്കാരില്ലേ ബായി പണ്ടില്ലേ. ഈ മൊബൈൽ അത്രത്തോളം മനുഷ്യ എന്തായി പോയിട്ട് അതിൽ ഇടപ്പെട്ടു പോയാ. അപ്പൊ നിങ്ങളെ മക്കളെ നാണ് ചൊന്നോ വന്നത്
ഞങ്ങളെ മക്കളെ ഇത്രയും വിഷയങ്ങളിൽ ഞങ്ങൾ പ്രത്യേകിച്ചിട്ട് സംരക്ഷിക്കണോ. ഈ സംരക്ഷിക്കേണ്ട ജവാബ്ദാരി ഒരൗത്തുര ഉമ്മയായിട്ടിക്കട്, ഒരൗത്തുര പെങ്ങളായിട്ടിക്കട്. അള്ളാന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലിയത്തുൻ അൻ റഇയതിഹി. എല്ലാവരും ജവാബ്ദാരിയുള്ളങ്ങ. ആ ജവാബ്ദാരിയുടെ ಬಗ್ಗೆ അല്ലാഹു തആല ഓരോരുത്തട്ട കേൾക്കും. ഹദീസ് നീണ്ടതാണെന്നാണ് ഈ സമയത്ത് അത് ഓതില്ല. ഒരു രായത്തെ ഒരു ഇമാം, ഒരു രായത്തെ ഒരു നേതാര, ഒരു നേതൃത്വം പിടിച്ച ആള്, ആ ആളൊട്ടിಗೆ അല്ലാഹു തആല ചോദ്യങ്ങൾ ചോദിക്കടാ. നീ ജവാബ്ദാരി, നിക്ക് തന്നെ ജവാബ്ദാരില നീ എന്തിനാക്കിടേ? അവിടെ ഉത്തര ചൊല്ലണു. അതേപോലെ ഒരു ഔത്തെ യജമാന, ഒരു ഔത്ര ആണിങ്ങ, ആ ആണിങ്ങളൊട്ടിಗೆ അല്ലാഹു തആല നാളെ പരലോകത്ത് ജവാബ്ദാരിയുടെ ಬಗ್ಗೆ കേക്കടാ. നിക്ക് തന്നെ ജവാബ്ദാരില നീ എന്ത് നിർവഹനാക്കിയ, നിന്റെ ഔത്ത് എങ്ങനെ നിർവഹനാക്കിയ. അതേപോലെ പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ ഒട്ടിಗೆ അല്ലാഹു തആല കേക്കുകൊണ്ടു. നീനൊരു മാപ്പുളുടെ ഔത്തുര ജവാബ്ദാരി നിന്റെ തലയിൽ വിട്ടുപോയിട്ടിന്ന. മാപ്പുലൻ ഒരു ഔത്തുര ജവാബ്ദാരി നിന്റെ ഒട്ടിಗೆ വിട്ടുപോയിന്നല്ലേ. നീന് ഔത്തുര ജവാബ്ദാരിയുടെ എങ്ങനെ നിർവഹനാക്കിയാണ്ട് നിന്റെ ഒട്ടിಗೆ അല്ലാഹു കേൾക്കുമ്പോ നിന്റെയിലുള്ള മറുപടി എന്തായിട്ടിക്കോ? വന്യരായ ಕಾವಲ್ಕಟ್ಟೆ ಹಜ್ರತ್ ಅವರುಗಳು ನಮ್ಮ ವೇದಿಕೆಗೆ ಆಗಮಿಸ್ತಾ ಇದ್ದಾರೆ. ಅಲ್ಲಿ ಊಟ ಮಾಡಿ ಆದ ಎಲ್ಲರೂ ಆದಷ್ಟು ಬೇಗ ಮಜಲಿಸ್ಗೆ ಬರಬೇಕಾಗಿ ವಿನಂತಿ. ഇൻഷാ അല്ലാഹ് നല്ല ഒരു മജ്ലിസാണ് ഞങ്ങളെ ഉണ്ട്. എല്ലാവരും മജ്ലിസിൽ ദയിക്കോറും നാണ് നിപ്പാട്ടിക്കൊണ്ടുള്ള വന്യരായ ഹസ്രത്ത് ഞങ്ങളെ ഈ വേദിക്കಗೆ ಬಂದರು ചൊല്ലുമ്പോൾ വലിയ ഒരു ധന്യമായുടെ വേദിക്ക അല്ലാഹു കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മോമിനിങ്ങളെ, അപ്പം നാ ചൊന്നോവിന്ന് ഒരു വിഷയത്തെ ഒരു ഉണ്ടാക്കിയിട്ട് ഞാൻ നിപ്പാട്ടിക്കൊണ്ടുള്ള ഞങ്ങൾ പ്രത്യേകിച്ചിട്ട് ഞങ്ങളെ ജീവിതത്തെ ഞങ്ങൾ നന്നാക്കണം. ഇൻഷാ അല്ലാഹ് നാ ചൊന്നോ വന്ന വിഷയ ഞങ്ങളെ ഔത്തുരെ സംരക്ഷണ ആക്കിയെങ്കിൽ ഓരോരുത്തർ ഞങ്ങൾ അതിനെ ಬಗ್ಗೆ പ്രത്യേകമായിട്ട് കാളജി എടുത്തെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങളെ സമുദായമേ നന്നാവും അല്ലേ. ഞങ്ങൾ ചൊല്ല ഞങ്ങളെ സമുദായ ബാരി പെരകുണ്ടു, ഞങ്ങളെ സമുദായത്തിൽ അങ്ങനെ ഉണ്ടു, ഇങ്ങനെ ഉണ്ടു, അനാചാരം ഉണ്ടു, അനൈതികത ഉണ്ടു, എന്തെല്ലാം ഞങ്ങൾ ചൊല്ല. പക്ഷേ ഞങ്ങളെ ഔത്തുലോ
അനാചാരങ്ങൾ നടക്കട, ഞങ്ങൾ ഔത്തുല് വേണ്ടാത്ത പ്രവർത്തനങ്ങൾ നടക്കട ചൊല്ലുന്നത് നിങ്ങൾ പ്രത്യേകിച്ചിട്ട് ശ്രദ്ധിക്കണു. ആയതുകൊണ്ട് എൻ്റെ പിരിസത്തെ ഇവിടെ കൂടിയ മോമിനാത്തുകളൊട്ടിಗೆ ചൊന്നുകൊണ്ടുള്ളത് ഞങ്ങളെ മങ്ങില, ഞങ്ങൾ ഒരു ഔത്തുൽ മങ്ങില എടുക്കണമെങ്കിൽ അള്ളാഹു തൃപ്തിപ്പെട്ട മങ്ങിലാവണോ. നല്ല മജിലിസുകൾ സംഘടിപ്പിക്കുക, അത് വിട്ടിട്ട് പാട്ടും ഗുന്തലങ്ങളും. അതുപോലെ ഇപ്പോൾ ഒരു പുതിയ ഇത് തുടങ്ങിയിട്ട് എന്തിനെങ്കിൽ എല്ലാ ആളുമാരും കൂടിയിട്ട് ഒരു ഫാമിലി മീറ്റാ ഇപ്പോൾ അത് അവിടെ ഫാമിലി മീറ്റുകളെല്ലാം നടന്നുകൊണ്ടുണ്ട്. അപ്പം ನಾನು ഫാമിലി മീറ്ററെ ಬಗ್ಗೆ ആക്ഷേപിക്കിടയല്ല, പക്ഷേ അതിൻ്റെ പേരിൽ ഒരുപാട് തോന്നിവാസങ്ങൾ നടത്തരെ കുറേ കുടുംബങ്ങളുണ്ട്. ആയതുകൊണ്ട് അപ്പം ನಾನು ചൊന്നോ വന്നത് ഓരോരോ ഫാമിലികൾ തീരുമാനിച്ചെങ്കിൽ, ഇപ്പം എൻ്റെ ഔത്തുലു ഞാൻ സംരക്ഷണ തീരുമാനിച്ചെങ്കിൽ നന്നാവുക സാധ്യമുണ്ട്. ഓരോരോ ഫാമിലികൾ കൂടി അവിടെ നടക്കുന്ന തോന്നിവാസങ്ങൾ അതൊക്കെ നിങ്ങൾ കടിവാണങ്ങൾ ഇടണോ. അതേപോലെ നിങ്ങളുടെ സമുദായത്തിൽ എന്തെല്ലാം വേണ്ടാത്ത പ്രവർത്തനങ്ങൾ നടക്കട അത് ടോട്ടലി ആയിട്ട് അങ്ങ് ചിന്തിച്ചിട്ട് കടിവാണായിട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സമുദായം നല്ല ഉന്നതമായ ആ ഒരു സ്ഥാനത്തേക്ക് എത്തര്. അള്ളാഹു ഞങ്ങളുടെ സമുദായത്തിന് നല്ല സമൃദ്ധിയും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ സമുദായം നേരിടുന്ന പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും അള്ളാഹുവെ നീ പരിഹരിച്ച് തരണേ ചൊന്നിട്ട് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തിയിട്ട്, പിന്നെ ഇൻഷാ അല്ലാഹ് ഉന്നരായ ഹസ്രത്ത് അവറുകൾ ഞങ്ങളെ വേദിയിലെത്തിയതുകൊണ്ട് ഇനി കൂടുതലൊരു സമയം വാളുടെ ആവശ്യകതയില്ല. ഉന്നരായ ഹസ്രത്ത് അവറുകൾ ജണ്ട് പലക ഞങ്ങളൊട്ടിಗೆ ചൊന്നു തരും. അതേപോലെ ഈ ഹസ്രത്ത് അവറുകൾ ആ ദുആയും ഒക്കെ ഞങ്ങൾക്ക് നടത്തി തരുകൊണ്ട് പ്രത്യേകിച്ചിട്ട് തെല്ലവിടെ ചോറുണ്ണുടങ്ങ ആയത്തരത്തിൽ സ്പീഡാക്കിയിട്ട് വേഗ ബറും ഇൻഷാ അല്ലാഹ്. ഞങ്ങളെ മജലിസിൽ ഒരുപാട് ആളുമാർ ദുആക്കൊക്കെ വസിയത്താക്കി ഇങ്ങ് ഉള്ളാറ്. ഞങ്ങൾക്ക് ഇന്നലെ ಇಂದು ನಿನ್ನೆಯಿಂದ ಪರಿಚಯವಲ್ಲ ಮಾನ್ಯ ಹಜರತ್ರವರದ್ದು. ನಮ್ಮ ನಾಡಿನ ವಿವಿಧ ಭಾಗಗಳಿಂದ ಇಂದು ನಮ್ಮ ಜಿಲ್ಲೆ, ರಾಜ್ಯ, ದೇಶ, ಜಗತ್ತಿನಲ್ಲೇ ಒಬ್ಬ ಗುರುತಿಸಲ್ಪಟ್ಟ ಒಬ್ಬರು ಮಹಾ ವಿದ್ವಾಂಸರು ನಮ್ಮ ಊರಿಗೆ ದೀನಿ ಕಲಿಸಲು ಬೇಕಾಗಿ ಪರಿಸರದ ಕಾವಲುಕಟ್ಟೆಗೆ ಬಂದ ಹಜರತ್ರವರು ಇಂದು ದಶಕಗಳು ಕಳೆದರೂ ಕೂಡ ಜನಮಾನಸಗಳಲ್ಲಿ ಆಧ್ಯಾತ್ಮಿಕ ಚಿಂತನೆಗಳನ್ನು ಮೂಡಿಸುವ ಮೂಲಕ ಜನಗಳಿಗೆ ಆಧ್ಯಾತ್ಮಿಕ ಚಿಕಿತ್ಸೆಗಳನ್ನು ನೀಡುವ ಮೂಲಕ ಹಜರತ್ರವರು ಎಂದಿಗೂ ನಮಗೆ ನೇತೃತ್ವವಾಗಿದ್ದಾರೆ. ಆ ಹಜರತ್ರವರ ಬಗ್ಗೆ ನಮಗೆ ಹೇಳಿಕೊಡುವ ಅವಶ್ಯಕತೆ ಇಲ್ಲ. ನನಗಿಂತ ಹೆಚ್ಚಾಗಿ ಹತ್ತಿರದಿಂದ ಬಲ್ಲ ಈ ಊರಿನ ನಮ್ಮೆಲ್ಲರಿಗೂ ಹತ್ತಿರದಿಂದ ಬಲ್ಲವರು ನಮ್ಗೆ ಗೊತ್ತಿರಬಹುದು. ಅಂದು ನಾನು ಸಣ್ಣವನಿರುವಾಗ ಕೂಡ ಕಾವಲ್ಕಟ್ಟೆಗೆ ಹಜರತ್ರವರ ಹತ್ತಿರ ನನ್ನ ತಂದೆ ಕರ್ಕೊಂಡು ಹೋಗಿದ್ದರು. ಆ ಸಮಯದಲ್ಲಿ ಸಾಲುಗಟ್ಟಿ ನಿಂತ ವಾಹನಗಳು, ಅಲ್ಲಿ ಜನಸಂದಣಿ. ಇಂದು ಕೂಡ ನಾವು ಅಲ್ಲಿಂದ ಹಾದು ಹೋಗುವಾಗ ಅಲ್ಲಿ ಯಾವಾಗಲೂ ಜನಸಂದಣಿ ಇರುತ್ತದೆ. ಯಾಕಂತ ಕೇಳಿದರೆ ಅಲ್ಲಿ ಹಜರತ್ರವರಲ್ಲಿ ಆಧ್ಯಾತ್ಮಿಕ ಚೈತನ್ಯವಿದೆ, ಅವರಲ್ಲಿ ಆಧ್ಯಾತ್ಮಿಕ ಚಿಂತನೆ ಇದೆ, ಅವರಲ್ಲಿ ಆ ನೇತೃತ್ವವಿದೆ. ಅವರ ಆ ಆಧ್ಯಾತ್ಮಿಕತೆಯಿಂದ ಇಂದು ಎಲ್ಲರಿಗೂ ಕೂಡ ಅವರು ಪ್ರೀತಿ ಪಾತ್ರರಾಗಿದ್ದಾರೆ, ಗೌರವದ ಒಬ್ಬ ವ್ಯಕ್ತಿಯಾಗಿದ್ದಾರೆ. ಆ ಮಾನ್ಯ ಹಜರತ್ರವರು ಇಂದು ಕರ್ನಾಟಕ ರಾಜ್ಯ ಮುಸ್ಲಿಂ ಜಮಾತ್ ಇದರ ಅಧ್ಯಕ್ಷರಾಗಿದ್ದುಕೊಂಡು ಹಾಗೂ ಸುನ್ನಿ ಸಂಘ ಕುಟುಂಬಗಳಲ್ಲಿ ಹಲವಾರು ರೀತಿಯಲ್ಲಿ ನಾಯಕತ್ವವನ್ನು ನೀಡಿ ನಮಗೂ ನಮ್ಮ ನಾಡಿಗೂ ಅವರೊಬ್ಬ ಮೇಧಾವಿಯಾಗಿದ್ದಾರೆ. ಅವರನ್ನು ಈ ಸಂದರ್ಭದಲ್ಲಿ ನಮ್ಮ ಉರುಸಿನ ಸಂಭ್ರಮಕ್ಕೆ ಈ ಸಂದರ್ಭದಲ್ಲಿ ಬಂದಂತಹ ಈ ಒಂದು ಸಂತಸದಲ್ಲಿ ಅವರನ್ನು ಬರಮಾಡಿಕೊಳ್ಳುತ್ತಾ ಅವರಿಗೆ ಎಲ್ಲ ರೀತಿಯ ಸ್ವಾಗತವನ್ನು ಬಯಸ್ತಾ ಇದ್ದೇನೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು.